ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറച്ച് പുറത്തെ കാഴ്ചകളും കുറച്ച് കുക്കിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇന്നൊരു ക്യാപ്പുച്ചിനോ ഉണ്ടാക്കി കുടിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കോഫി മെഷീനൊന്നും ഇല്ലാതെ വെറും 3 ചേരുവകൾ മാത്രം ചേർത്ത് നമുക്ക് അടിപൊളി ക്യാപ്പുച്ചിനോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നെസ്കഫേയുടെയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുമ്പോൾ അല്പാൽപമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതോടും ഇതിൻ്റെ കളർ മാറി മാറി നല്ല തിക്കായിട്ട് ഇതാ ഈ പരുവത്തിൽ വരും. ഒരിക്കൽ ഡാൽഗോണ കോഫി എന്നൊരു ട്രെൻഡിങ് കോഫി ഉണ്ടായിരുന്നല്ലേ, അതുണ്ടാക്കി കുടിച്ചവർക്ക് ഇത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദം പോലെ തന്നെയാണ് നമ്മൾ ക്യാപ്പുച്ചീനോ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ക്യാപ്പുച്ചീനോ ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റിലും ഫ്ലേവറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് ഇതെന്ന് മാത്രം. അപ്പോൾ സാധാരണ ക്യാപ്പുച്ചീനോ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞാണ് ആ പാൽ അതിലേക്ക് ചേർക്കുക. അപ്പോൾ നമുക്കതുപോലെ പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഗ്ലാസ് കാപ്പി ഉണ്ടാക്കുന്നു അത്രയും ഗ്ലാസ് പാല് അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അത് തിളച്ച് വരുന്നിടം വരെ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാല് തിളയ്ക്കുന്നിടം വരെ കൈവിടാതെ വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് നന്നായിട്ട് പതഞ്ഞ ആ പാല് കിട്ടുക. ഇനി നമ്മൾ ഏത് കപ്പിലാണോ കോഫി കുടിക്കുന്നത് അതേ കപ്പിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെയും കാപ്പിപ്പൊടിയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് അല്ലെങ്കിൽ കോഫിയുടെ കടുപ്പത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. ഇപ്പോൾ കണ്ട പാല് നല്ല പതഞ്ഞ് വരുന്നത്. ക്യാപ്പുച്ചിനോ ഇങ്ങനെ പൊതുവേ ഇങ്ങനെ പാല് നന്നായിട്ട് പതഞ്ഞ പാലാണ്, അതായത് ആ മെഷീനിൽ നിന്നാണല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ നല്ല പതഞ്ഞ പാലാണ് കിട്ടുന്നത്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ക്യാപ്പുച്ചിനോ റെഡിയായി കഴിഞ്ഞു അല്ലേ. ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ചോക്ലേറ്റ് പൗഡറൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ചോക്ലേറ്റ് പൗഡർ ഇല്ലാത്ത കാരണം ബോൺവീറ്റി ആട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി ക്യാപ്പുച്ചിനോയുടെ കൂടെ നമ്മുടെ അപ്പവും പുട്ടും ഒന്നും അത്ര നല്ല കോമ്പിനേഷനല്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. ഇവിടെ ഇതിൻ്റെ പാനെ ബ്രഷൂത്താന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സാധാരണ ഇത് ബ്രെഡിൻ്റെ ഇടയിൽ വെറുതെ ആ കുക്ക്ഡ് മീറ്റ് സ്ലൈസ് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ തക്കാളിയും കുറച്ച് മയണൈസും പിന്നെ ആ മീറ്റ് സ്ലൈസും കുറച്ച് ഉള്ളിയും അതിന് മുകളിൽ ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ചേർത്ത് ഒരു സാൻഡ്വിച്ച് രൂപത്തിൽ കഴിക്കാനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബർഗർ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. ഈസി ആയിട്ട് ചിക്കൻ പാറ്റീസൊക്കെ ഉണ്ടാക്കി സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് മാക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബർഗർ കഴിക്കാനും പറ്റും. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അതേപോലെ തന്നെ ഈ സാൻഡ്വിച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ നമുക്ക് നാട്ടിലൊക്കെ ഈ സ്ലൈസ്ഡ് മീറ്റ് എത്രത്തോളം അവൈലബിൾ ആണെന്ന് മാത്രം എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാര്യം സിമ്പിളാണെന്ന് തോന്നുമെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഇനി നമുക്ക് പയ്യെ ഉച്ചയൂണിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് അല്പം സ്പെഷ്യൽ കറികളൊക്കെയാണ് കേട്ടോ. നമ്മുടെ നാടൻ മുരിങ്ങയില തോരനും പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗോവൻ പ്രോൺസ് കറിയാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂണിന്. അപ്പോൾ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാം, ആ കമ്പിൽ നിന്ന് ഉതിർത്തെടുക്കുന്നതാണ് ആകെക്കൂടെയുള്ള ഈ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു പണി എന്ന് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി തോരന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് തേങ്ങയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 1 കഷ്ണം വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തേങ്ങയും ഒതുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഗോവൻ പ്രോൺസ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇത് ലോക പ്രശസ്തമായിട്ടുള്ളൊരു പ്രോൺസ് കറിയാണ്. നമ്മൾ ഒരുപാട് പ്രോൺസിൻ്റെ റെസിപ്പീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോൺസ് കറിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഞാൻ പിന്നാലെ തന്നെ ഇട്ടേക്കാം. കാരണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചി തന്നെയുള്ള ഒരു പ്രോൺസ് കറിയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഒഴുക്കം മട്ടിൽ ഇതിലങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ അടുത്ത റെസിപ്പി വീഡിയോയിൽ ഈ ഗോവൻ പ്രോൺസ് കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ പ്രോൺസ് കറി ഉണ്ടാക്കാൻ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള പ്രോൺസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് പ്രോൺസ് വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് പ്രോൺസ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക്
കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യമേ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തൊരു അരപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ആ മിക്സിയിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരിക്കില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ആ മിക്സി ഒന്ന് കറക്കിയെടുത്തിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെറുതെ പൊടിയൊന്നും ചൂടാക്കാതെ നേരെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് ചേർത്തിരിക്കുന്ന അരപ്പാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊടികളിലേക്കൊരു റോ ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ കറിയിൽ വെറുതെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. എന്താ ഈ പരുവമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം. അപ്പോൾ പ്രോൺസ് നന്നാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഉള്ളിലുള്ള ഒരു കറുത്ത വള്ളി പോലത്തെ സാധനം ഉണ്ടല്ലോ, അതങ്ങ് എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ഈ പ്രോൺസിന് അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ മസാല പ്രോൺസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പ്രോൺസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നേരം, അത്ര നേരം ഒന്ന് ആവി കയറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നമ്മുടെ വാളംപുളിയാണ്, അല്ലാതെ കുടംപുളി അല്ല കേട്ടോ. അപ്പോൾ പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. നമ്മുടെ ഈ പ്രോൺസ് ഒന്ന് വേവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പ്രോൺസിന് അങ്ങനെ ഒരുപാട് നേരത്തെ വേവൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പ്രോൺസ് നല്ല പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി നോക്കി ഉറപ്പ് വരുത്തണം പ്രോൺസ് വെന്തിട്ടുണ്ടോ എന്ന്. പ്രോൺസ് ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ചുകൂടെ ഒരു റബ്ബർ പരുവത്തിലാവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ പ്രോൺസൊക്കെ പാതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇനിയൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ മുരിങ്ങയിലത്തോരൻ അങ്ങ് റെഡിയാക്കുവാണ് കേട്ടോ. അതിന് മാത്രം നേരമൊന്നും വേണ്ടല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം തേങ്ങ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും കറിവേപ്പിലയും കഴിഞ്ഞ് ചെറിയുള്ളി ഇടേണ്ടതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ പ്രോൺസ് കറിയിലേക്ക് അങ്ങ് ശ്രദ്ധിച്ചു പോയ കാരണം നമ്മുടെ ചെറിയുള്ളി ചേർക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ തേങ്ങ ചേർത്ത ശേഷമാണ് ചെറിയുള്ളി ചേർത്ത് എന്നെഴുതി ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. പക്ഷേ കടുകും കറിവേപ്പിലയും ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസും അത്യാവശ്യം നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1-ാം പാൽ 2-ാം പാലെന്ന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. ഒറ്റ ഒരു പാലെടുത്താൽ മതി. പക്ഷേ അതിങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കരുത്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ചൂടായ ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നമ്മുടെ ടിന്നിൽ കിട്ടുന്ന ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാലാണേ. നിങ്ങൾക്കതുകൊണ്ട് ക്യാനിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ചേർത്തുണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ തേങ്ങ പിഴിഞ്ഞുള്ള ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കേണ്ട. കാരണം നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള പാൽ തന്നെയാണല്ലോ ചേർത്തിരിക്കുന്നത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രോൺസ് കറി റെഡി ആയിക്കഴിഞ്ഞു. ഈ പ്രോൺസ് കറിയുടെ പ്രത്യേകത നമ്മളിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്കകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങയില വാടി വരാൻ അതിന് മാത്രം നേരമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരുമ്പത്തിന് ആ ഇല അങ്ങ് നന്നായിട്ട് ചുങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അവസാനം ഇലയൊക്കെ വാടി അവസാനം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാര്യം നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ മുരിങ്ങയില ഒരുപാടുണ്ടെന്ന് തോന്നും. കണ്ടോ, ഇളക്കി വന്നപ്പോൾ ആകെ ഇച്ചിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഉപ്പ് ചേർക്കരുത്, അവസാനം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് നമ്മൾ ആദ്യമേ ചേർത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് അരിഞ്ഞതോ ചേർക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ മുട്ടയൊക്കെ ചിക്കി ഇടാം കേട്ടോ. ഞാൻ പക്ഷെ അതൊന്നും ചേർത്തില്ല. അല്ലാതെ തന്നെ നല്ല അടിപൊളി മുരിങ്ങയില തോരനായി. പിന്നെ ദാ സ്പെഷ്യൽ ഗോവൻ പ്രോൺസ് കറിയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ നല്ല ഗോവൻ പ്രോൺസ് കറിയും മുരിങ്ങയില തോരനൊക്കെ കൂട്ടി ഞാനൊരു പിടി പിടിക്കട്ടെ കേട്ടോ. ഇതാ നമ്മുടെ പ്രോൺസിൻ്റെ പരുവൊക്കെ കണ്ടു, ഇങ്ങനെ കൈകൊണ്ടും ചടുമ്പോൾ തന്നെ അങ്ങ് വിട്ടുപോരും. അതായത് അങ്ങനെ ഒരുപാട് അങ്ങ് ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേര് ചോറിന് കഴിച്ചിട്ടും ബാക്കി വന്ന പ്രോൺസ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം അപ്പത്തിൻ്റെ കൂടെയും കഴിച്ചിട്ടു. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചപ്പാത്തി ആയാലും അപ്പമായാലും ഏതിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വേഗം തന്നെ ഊണ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. ഹലോ, ഞങ്ങളെ പയ്യൊന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് കരുതി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ തണുപ്പൊക്കെ മാറി ജാക്കറ്റ് ഒന്നും ഇല്ലാതെ പുറത്തു പോകണേന്ന്. ഇപ്പൊ അതാ വീണ്ടും തലറിഞ്ഞ അവസ്ഥയിലേ, വീണ്ടും ക്ലൈമറ്റ് താഴോട്ട് പോയി. അപ്പൊ ജാക്കറ്റ് ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാൽക്കണി ഒക്കെ വൃത്തിയാക്കി ചെറിയൊരു പച്ചക്കറി തോട്ടത്തിന്റെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമുക്കിനി ചെടികളൊക്കെ വാങ്ങണം. അപ്പൊ ഇതൊന്ന് ചെടി വാങ്ങാൻ പോകണം. പിന്നെ ഇത് കണ്ടോ, എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ചിലതൊന്നും എൻ്റെ സൈസല്ല. അപ്പം എനിക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഞാൻ ചേച്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ലിങ്കും പിന്നെ ഞങ്ങളുടെ ഹോൾ വീഡിയോ ഒക്കെ വരുന്ന വീഡിയോസിൽ കാണിക്കാം. അപ്പം ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ കുറച്ച് ചില്ലറ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടയിലൊക്കെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യാൻ ഞാൻ കടയിൽ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ദാ കണ്ടൊരു മുളകിൻ്റെ ചെടി. ഞാൻ ആ മുളകിൽ തൊട്ടതും അതങ്ങ് വിട്ടു പോന്നു. കാര്യം ആ കടയിൽ ചേട്ടൻ കണ്ടെങ്കിലും എന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ തിരിച്ചവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് പൂച്ചെടികളുണ്ട്. ഇതാ നമ്മുടെ സൂര്യകാന്തി. പിന്നെ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. കൂടുതലും ഈ ഒരു സ്പ്രിംഗ് സീസണിൽ പൂക്കുന്ന ചെടികളാണ്. 2-3 ചട്ടി വാങ്ങണം. നമ്മൾ ലിവിഞ്ഞോയും സ്വിസ്സൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, എല്ലാ വീടിൻ്റെയും ബാൽക്കണിയിൽ ഇങ്ങനെ നിറച്ച് ചെടികൾ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ചട്ടിയിൽ ആ പൂച്ചെടികളൊക്കെ വളർത്തിയോണ്ടാണ് നമുക്കൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാൽക്കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ചട്ടി വാങ്ങിയത്. പിന്നെ ഈ റോസൊക്കെ കണ്ടു, അതൊക്കെ വലിയ റോസാണ്. അതൊന്നും നമ്മുടെ ബാൽക്കണിയിൽ വെക്കാനുള്ള അത്ര സൗകര്യങ്ങളില്ല. അപ്പോൾ ഈ ചെടികൾ കൂടുതലും ഈ ഒരു സ്പ്രിംഗ് സീസൺ കഴിഞ്ഞാൽ ഇത്രയൊന്നും പൂക്കത്തൊന്നും ഉണ്ടായിരിക്കില്ല. ആ സീസൺ കഴിയുമ്പോൾ അതങ്ങ് പോവുമായിരിക്കും. പക്ഷേ കുറച്ച് കാലം ഒരു സമ്മർ വരെ അതൊക്കെ അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. പിന്നെ ഒരുപാട് ഇങ്ങനെ ഹാങ് ചെയ്യാവുന്ന ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ വാങ്ങിയില്ല, കാരണം നമുക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് ഈപ്പർല ഗ്രാൻഡേ എന്നാണ്. ഈപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഹൈപ്പർ. അപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ ഇങ്ങനെ ഈ ട്രോളി ഓട്ടോമാറ്റിക്കായിട്ട് സാനിറ്റൈസ് ചെയ്യാനുള്ളൊരു മെഷീനുണ്ട്. നമ്മൾ ആ ട്രോളി അതിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ മേളിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ആ ഒരു സാനിറ്റൈസ് ചെയ്യാനുള്ള വേപ്പർ വരും. അതുപോലെ തന്നെ കയ്യും നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ട്രോളിയൊക്കെ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തും പുറത്തും ഒരേപോലെ തന്നെ ചെടികളുടെ സെക്ഷനുണ്ട്. അപ്പോൾ അകത്തായിരുന്നു നല്ല റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2-3 റോസൊക്കെ ഈ സീസണിൽ വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു കളറും പിന്നെ ഒരു യെല്ലോയും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ചെടി വാങ്ങിക്കൽ മാത്രമല്ല, കുറച്ച് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഓഫറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ലിവിഞ്ഞോയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസും അതേപോലെ തന്നെ ലൈവായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഉപ്പല്ല, ശരിക്കും വിനീഗറിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് ടൈപ്പ് പച്ചക്കറികൾ ഒരുമിച്ച് വിനീഗറിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉപ്പിലിട്ട് തന്നെയാണ് കൂടുതലിഷ്ടം. പിന്നെ കണ്ടോ, ഒരുപാട് ടൈപ്പ് വെറൈറ്റി പാസ്തകളുണ്ട്. ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് കളറൊക്കെ. ഇറ്റലിയിൽ പിന്നെ പാസ്തയ്ക്കും പിzzയ്ക്കും ഒന്നും ക്ഷാമവും ഇല്ലല്ലോ. അതേപോലെ ഗ്രില്ല് ചെയ്ത ഫുഡ്, ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. പലതിൻ്റെയും പേര് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് മിക്കതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല കേട്ടോ. എങ്കിലും ഇതൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ മീനിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ കണ്ടോ, ജീവനുള്ള ഞണ്ടാണ് കേട്ടോ അത്. അതേപോലെ നല്ല വലിയ മീൻ തല. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് പ്രോൺസും പിന്നെ കുറച്ച് ചൂരമീനുമാണ് കേട്ടോ വാങ്ങിച്ചത്.
ഇനി നമുക്ക് പയ്യെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് ലിക്കറിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മിലാനിൽ കുറച്ച് ചീപ്പായിട്ട് ലിക്കർ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണിത്. പക്ഷെ നമുക്ക് അവിടെ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് ഇത് മുയലിറച്ചിയാണ് കേട്ടോ. ഇതിന് മുമ്പ് മുയലിറച്ചി ഇങ്ങനെ മുഴുവനായിട്ടിരിക്കും നമ്മൾ കണ്ടത്, ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചീസിൻ്റെ സെക്ഷൻ, മുട്ടകൾക്ക് മാത്രമായിട്ട് വേറൊരു സെക്ഷൻ, പിന്നെ സുഷി സെക്ഷനാണ്, പിന്നെ ഇത് ചീസിൻ്റെ സെക്ഷൻ. അങ്ങനെ ഓരോ സെക്ഷനിൽ തിരിച്ച് അവിടെ തന്നെ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പുറത്തേക്ക് എത്തി, നമ്മുടെ ചെടികളുടെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 2 ചെടികൾ നോക്കി വെച്ചിട്ട് പോയിരുന്നു. ഇപ്പോൾ ഇതകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ 2 ചെടികൾ ഇപ്പോഴാണ് വാങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നത്തെ പർച്ചേസിങ്ങും വിശേഷങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ ഇനി അടുത്ത ദിവസം കൊണ്ടുപോയി നടണം. അപ്പോൾ നമ്മുടെ വരുന്ന വീഡിയോയിൽ നമ്മുടെ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.